പ്രത്യേകതകളുണ്ട് ഇതിന് കേട്ടോ. നമുക്ക് പറയാൻ തന്നെ സങ്കടം തോന്നുന്നു. അതായത് ഇവിടുത്തെ സൗന്ദര്യം മാത്രമല്ല അവിടെ ഇൻസിഡന്റ്. മക്കളെയൊക്കെ ഇന്നും അടുത്ത യാത്ര തുടങ്ങുവാണ്. ഇതെങ്ങോട്ടാണെന്ന് ഇങ്ങനെ ചോദിച്ചാൽ ഇങ്ങനെ ഓരോ ഐസ് മലകളും കണ്ടോ. ഇപ്പോൾ ചോദിക്കുക എല്ലാ ഐസ് മലയല്ല, എല്ലാത്തിനും ഓരോ വ്യത്യസ്തതകളുണ്ട് കേട്ടോ. ഓരോന്നിനും ഓരോ കളറായിരിക്കും, ഓരോ ഷേപ്പായിരിക്കും, ഇങ്ങനെ പല രീതിയിൽ വ്യത്യസ്തതകളാണ്. അപ്പോൾ നമ്മളിന്ന് യാത്ര തുടരുവാണ്. ഇന്ന് പ്രത്യേകിച്ച് പോകുന്നത് നടന്നതും ഒക്കെ ഉണ്ട്. ഭയങ്കര സങ്കടപ്പെട്ടാണ് എനിക്ക് അത് കണ്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി കേട്ടോ. ഭയങ്കര ഹൈറ്റിലാണ് ഈ ഫോൾസ്. ഇനിയൊന്ന് ഇതിന്റെ സൈഡിലെ പാറകളൊക്കെ കണ്ടോ, അതൊരു പ്രത്യേകതരം പാറകളാണ്. ഈ പർവ്വതത്തിന്റെ പാറകളാണ് ഇവിടെ കൂടുതലും ഉള്ളത്. വോൾക്കാനിക് റോക്സ് എന്ന് പറയും അതിന്. ഇതിന് 3 ലെയർ ഉണ്ട്. ഇതിന്റെ അടിയിൽ കണ്ടോ റെഡ് കളറായിട്ട് കാണുന്നില്ലേ, അത് അഗ്നിപർവ്വതങ്ങളുടെ പാറക്കഷ്ണങ്ങളാണ്. അതിന്റെ അടിയിൽ മണ്ണും കല്ലും അല്ല, അതിന്റെ മേളിലാണ് വെള്ളം. അപ്പം 3 ലെയർ ആണ് ഈ ഫോൾസിന്റെ ഇതിനുള്ളത്. പിന്നെ ഇത് എങ്ങനെ ഇവിടെ രൂപപ്പെട്ടു, ഈ ലെയർ എങ്ങനെ വന്നെന്ന് ചോദിച്ചാൽ 40 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 500 മില്യൺ ഇയേഴ്സിന് മുന്നേ അഗ്നിപർവ്വതങ്ങൾ പൊട്ടി അതിൽ നിന്ന് ലാവ വരുമല്ലോ, ആ ലാവ വന്ന ഈ കണ്ടോ ഇത് മുഴുവൻ അടിച്ചോണ്ട് അങ്ങ് പോയതാ. ഒരു ഏരിയ മുഴുവനും ലാവ അടിച്ചങ്ങ് പോയി കഴിഞ്ഞപ്പോൾ അവിടെ മുഴുവനും അങ്ങനെ രൂപപ്പെട്ടതാണിത്. ഈ ഏരിയ മുഴുവൻ അടിച്ചോണ്ട് അങ്ങ് പോയി. അങ്ങനെ ഈ വെള്ളത്തിനകത്ത് ഈ ലാവയുടെ അതായത് അഗ്നിപർവ്വതത്തിന്റെ പാറക്കഷ്ണങ്ങളെല്ലാം അടിയിലുണ്ട്. അങ്ങനെയാണ് ഇത് 3 ലെയർ ആയിരിക്കുന്നത്. ഇതിന്റെ മൊത്തം വ്യൂ നമുക്ക് എവിടെ നിന്നും കാണാൻ പറ്റില്ല. 2 വ്യൂ പോയിന്റ് ഉണ്ട്. ആ 2 വ്യൂ പോയിന്റിൽ നിന്നാലും ഒരെണ്ട് മറ്റേ അങ്ങനെ കാണാൻ പറ്റുള്ളൂ. ഇത് എന്താ സംഭവിച്ചെന്ന് ചോദിച്ചാൽ വലിയ ഗുഹ പോലെ ആയിപ്പോയി. എസ്റ്റാബ്ലിഷ് ചെയ്തത് 1939 നവംബർ 28-നാണ്. അന്ന് ബ്രിട്ടീഷ് കൊളംബിയയുടെ മിനിസ്റ്റർ ആയിരുന്ന ആർത്തർ വെൽസ്ലെ ഗ്രേവ് എന്ന് പറയുന്ന ആളാണ്. അതുകൊണ്ട് ആ പാർക്കിന് പേര് വെൽസ്ലെ പാർക്ക് എന്നാണ് പറഞ്ഞത്. പ്രൊവിൻഷ്യൽ വന്ന് ബ്രിട്ടീഷ് കൊളംബിയ തന്നെയാണ്. ഭയങ്കര ഒരു ഫേമസ് ആയ ഒരു സ്ഥലമായിരുന്നു. ആ പുള്ളിയാണ് 1933 മുതൽ 41 വരെയും പുള്ളിയാണ് അവിടുത്തെ അപ്പോൾ മിനിസ്റ്റർ ആയിരുന്ന പുള്ളിയാണ് അത് ഫോം ചെയ്ത് അതിന് നല്ല നീറ്റാക്കി എല്ലാ കാര്യങ്ങളും വലിയ പാർക്കൊക്കെ ആക്കിയിരിക്കുന്നത്. ഇനി ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അതിന് 2 പേരുണ്ട്. സബാത്ത് ക്രീക്ക് ഫോൾസ് എന്നും സബാത്ത് ഫോൾസ് 2 പേരുണ്ട്. പിന്നെ ഇനിയൊരു കാര്യം എന്ന് വെച്ചാൽ അവിടെ ചെന്നപ്പോൾ സങ്കടം തോന്നുന്നു. പേടിയാണ്, നമുക്ക് കാണാനേ പറ്റില്ല. ഭയങ്കര താഴ്ചയിലുള്ള സംഭവമാണ്. പക്ഷേങ്കിൽ എന്താണ് പേടിപ്പെടുത്തുന്ന കാര്യം അല്ലെങ്കിൽ സങ്കടപ്പെടുന്ന കാര്യം ചോദിച്ചാൽ അവിടെ ഒരു പെൺകുട്ടി മരിച്ചു. 21 വയസ്സുള്ള കുട്ടി ടൂർ വന്നാൽ ഇതേപോലെ കാണാൻ വന്ന 4 പെൺകുട്ടികൾ 4 പേര് ചേർന്നിട്ട് അവിടെ കമ്പിവേലിയെല്ലാം ഉണ്ട്. അതിന് സ്ലിപ്പായി ഒത്ര ദൂരമൊന്നും പോയിട്ടില്ല, 150 മീറ്റർ താഴോട്ടേ പോയിട്ടുള്ളൂ. പക്ഷേ കാര്യം അത്രയ്ക്കും ഭയങ്കര താഴ്ചയുള്ള സംഭവമാണിത്. അതുകൊണ്ട് റായ ഹാരിസൺ എന്ന് പറയുന്ന 21 വയസ്സുള്ള കുട്ടിയാണ് കേട്ടോ. 2016 ജൂൺ 13 പറയാൻ കാര്യം അതിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി അതിന്റെ ആന്റി അവിടെ ഒരു ബെഞ്ച് സ്ഥാപിച്ചിട്ടുണ്ട്. ഭയങ്കര ഒരു സങ്കടമായിപ്പോയത്. നല്ല ചെറുപ്പക്കാർ 21 വയസ്സല്ലേ ആയിട്ടുള്ളൂ. അതേപോലെ തന്നെ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ അദവാസ്ത ഫോൾസിൽ അതേമാതിരി ജസ്റ്റിൻ സ്റ്റീഫൻ എന്ന് പറയുന്ന 25 വയസ്സ് ഒറ്റ ചെറുക്കനുകളായിരുന്നു അവരുടെ വീട്ടിൽ. ആ മോനും അതിൽ എങ്ങനെ വീണു എന്ന് ആർക്കും അറിയത്തില്ല, കിട്ടിയിട്ടില്ല. ഈ പെൺകുട്ടിയുടെയെങ്കിലും അവർക്ക് ശരീരം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ അദവാസ്തയിൽ മരിച്ച ചെറുക്കൻ്റെ ശരീരം പോലും കിട്ടിയിട്ട് കാര്യം അത് ഐസ് വെള്ളമല്ല, ഗ്ലേഷ്യർ അല്ല, അതിനകത്ത് വീണ് കഴിഞ്ഞാൽ പിന്നെ ഒന്നുമേ ഇല്ല, ഹൈപ്പർ തെർമിക് ആയിപ്പോവും അപ്പം തന്നെ. അപ്പോൾ അവരുടെ മമ്മി പപ്പി അവിടെ ഒരു ബെഞ്ച് സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് 2 സ്ഥലത്തെ അത് കണ്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി കേട്ടോ. എന്നിട്ട് ഞങ്ങൾ 2 എൻഡിലും പോയി നിന്ന് കാണാൻ പറ്റുള്ളൂ. നമുക്ക് മൊത്തത്തിൽ ഒരു വ്യൂ എവിടെയും കാണാൻ പറ്റില്ല. ഇവിടെ ഒഴുകുന്ന അതായത് ഫോൾസ് ഫസ്റ്റ് വന്ന് പതിക്കുന്ന സ്ഥലം ആദ്യം കാണാം. പിന്നെ വന്ന് കാണുന്നത് നമുക്ക് മറ്റേ മൂലയാണ്. അതായത് ഈ ലാവ വന്ന് അടിച്ച് ഒരു ഏരിയ മുഴുവൻ അങ്ങ് വളർത്തിക്കൊണ്ട് പോയി. അപ്പോൾ അവിടുത്തെ പാറകളെല്ലാം നമുക്ക് കാണാനൊരു ഡിഫറെൻ്റ് ആയിരിക്കും. എന്നാൽ ടൈൽസ് മുറിച്ച് വെച്ച പോലെയാണ് ഇരിക്കുന്നത്. കാരണം ഈ ലാവ അഗ്നിപർവ്വതം പൊട്ടി വന്ന് ആ ലാവ അടിച്ചുകൊണ്ട് പോയതാണ് ആ ഏരിയ മുഴുവൻ. അതൊരു പ്രത്യേകതയാണ് ഈ ഫാൾസിന്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഫാൾസ് കാണാൻ പോയത്. അങ്ങനെ നമ്മുടെ യാത്ര പിന്നെയും തുടരുകയാണ്. ഇനി കുറേ കാര്യങ്ങളുണ്ട് പറയാൻ കേട്ടോ. ഈ പാറയുടെ ഇത് കണ്ടോ, അവിടെ ചെത്തിയെടുത്ത് പോലാണ് പോയിരിക്കുന്നത്. കാരണം ആ കമ്പിവേലിയൊക്കെ വെക്കുന്ന പറഞ്ഞാൽ ഇച്ചിരി ഗ്യാപ്പ് കാണും. ഈ കമ്പിവേലി കഴിഞ്ഞിട്ട് ഇച്ചിരി ഗ്യാപ്പാണ്. ഇതിനങ്ങനെ ഒട്ടും ഗ്യാപ്പില്ല. കറക്റ്റ് അത് താഴോട്ട് കുത്തനെയാണ്. ഒരു ജസ്റ്റ് ഒന്ന് സ്ലിപ്പായാലും അങ്ങ് ഏറ്റവും താഴെ ഇതിൻ്റെയും താഴെ ഇത് ഏറ്റവും താഴ്ച അതിൻ്റെയും താഴോട്ട് അങ്ങ് പോകും. അത്രയും ഹൈറ്റ് ഉള്ളതാണ്. അത്ര തുമ്പിലാണ് കമ്പിവേലികളെല്ലാം വെച്ചിരിക്കുന്നത്. മെയിൻ റോഡിന് അധികം ദൂരമില്ല കേട്ടോ, 10 മിനിറ്റ് പോലും നടക്കാനില്ല. അടുത്ത് തന്നെ, അത്ര ദൂരമൊന്നുമില്ല. ഈ ഫാൾസ് കണ്ടു കഴിഞ്ഞിട്ട് അടുത്ത സ്ഥലത്തേക്ക് ഞങ്ങൾ യാത്ര തിരിക്കുവാണ്. അപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുകണ്ടാണ് മലകൾ, ഐസ് മലകളെല്ലാം കണ്ടുകണ്ടാണ് പോകുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇതേപോലെ തന്നെ ഒരു ഫാൾസ് ആണ്. പിന്നെ ഒരു ചെറിയ ഒരു 10-15 മിനിറ്റ്സ് ഒന്ന് റെസ്റ്റ് എടുക്കത്തക്ക പോലെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒന്ന് കണ്ടിട്ട് പോയേക്കാം. നമുക്ക് മേളോട്ടുണ്ട്, നല്ല വലിയ സൗണ്ട് കേൾക്കുന്നുണ്ട്, ഭയങ്കര സൗണ്ടാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് ചേസ്, വലിയൊരു ഫാൾസ്. പക്ഷേ ഞങ്ങൾ അങ്ങോട്ട് പോയില്ല, നല്ല തണുപ്പുണ്ട്. അങ്ങോട്ട് പോകുന്നില്ല, വരുന്ന വഴിക്കൊന്ന് നിർത്തി ഒന്ന് കാണാൻ വിചാരിച്ച് ഇറങ്ങിയത്. അപ്പോൾ ഈ താഴ്വശത്ത് നിന്ന് ഞങ്ങൾ കണ്ടിട്ട് ചേസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പാലം കണ്ടു. എന്തോ ഒരു വലിയ, നമുക്കിപ്പോൾ കാനഡയിലെ പാമ്പൻ പാലം എന്ന് പറയാം എന്ന് പറഞ്ഞാലുണ്ട് കേട്ടോ. നല്ല വെള്ളം, നല്ല കണ്ണുനീര് പോലത്തെ വെള്ളം അടക്കുന്നത് ബീച്ചാണ്. ഇവിടെ ഞങ്ങൾ കുറേ നേരം എല്ലാവരും കൂടെ ഫോട്ടോ എടുത്ത് കളിച്ചിട്ട് ഇപ്പോൾ തിരിച്ച് പോകുക അടുത്ത സ്ഥലത്തേക്ക്. പക്ഷേ ഞങ്ങൾ ഒത്തിരി മേലോട്ട് പോയിട്ടില്ല. ഫാൾസ് തന്നെയാണ്, ഭയങ്കര സൗണ്ട് കേൾക്കുന്നുണ്ട്. അതിന് ഞങ്ങൾ ജസ്റ്റ് അത് കണ്ടിട്ട് ഇങ്ങനെ പോരുവാൻ ഒത്തിരി നേരം നിന്നില്ല. അപ്പോൾ ആ ഫാൾസിലെ വെള്ളം വരുന്ന അവിടെ ലേക്ക് മാതിരി ഉണ്ട്. ആ ലേക്കിലെ പാലം നല്ല അടിപൊളി പാലമായിരുന്നു കേട്ടോ. അടുത്തതിങ്ങനെ നിങ്ങൾ സ്ഥലങ്ങൾ കാണുക. ഞാനിനി വർത്താനം പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നിങ്ങൾ സ്ഥലങ്ങളെല്ലാം കണ്ടു വരിക കേട്ടോ.
സ്ഥലങ്ങൾ ഫോൾസ് എല്ലാം കണ്ടു കഴിഞ്ഞ് 5-ാം പൊക്കം നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്കുള്ള യാത്രയാണിതിപ്പം. അപ്പോൾ നല്ല എൻജോയ് ചെയ്തു, നല്ല ഫുഡും കഴിച്ച് നല്ല ഫാമിലിയായിട്ടും ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ നല്ല എൻജോയ് ചെയ്തു. അപ്പോൾ ഇനി നമ്മുടെ റെഗുലർ വർക്ക് മുന്നോട്ട് നടക്കുവാണ്. ഞങ്ങൾ വീട്ടിലെത്തി കഴിഞ്ഞാൽ അപ്പോൾ ഇന്നത്തോടു കൂടി നമ്മുടെ ട്രിപ്പിൻ്റെ നമ്മുടെ വീഡിയോ ഇന്നത്തോടുകൂടി തീരുവാണ്. അടുത്ത പോലെ നമ്മുടെ ഗാർഡൻ ടൂർ ഇതെല്ലാം നിറയെ ഉണ്ടല്ലോ. നമുക്ക് ഇന്ന് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് നിങ്ങളെല്ലാവരും അടുത്ത വീഡിയോ വേണ്ടി പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കും.